സദ്ഗുരുവിനോട് മഹാശിവരാത്രിയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോ, അതിനകത്ത് അദ്ദേഹം നൽകുന്ന ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ടാഗും ഒക്കെ കൊടുത്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഈ അടുത്ത കാലത്ത് ഭയങ്കര പോപ്പുലറായി. 2019 ഹാർവേഡിലെങ്ങാണ്ടോ നടത്തിയ ഒരു സംഭാഷണമാണത്. പക്ഷേ അത് ഭയങ്കര പോപ്പുലറായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, 365 ദിവസവും ഫെസ്റ്റിവൽസ് ഉണ്ട് ഇന്ത്യയിൽ. ഈ 365 ദിവസങ്ങളിൽ ചിലത് മാത്രമേ, ഇതൊന്നും എല്ലാം ഒന്നും റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ അല്ല, കൂടുതലും അത് അസ്ട്രോണമിക്കൽ അല്ലെങ്കിൽ കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ശിവരാത്രിയുടെ പ്രത്യേകതയെക്കുറിച്ചിട്ട് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാനായിട്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണ്, ഇദ്ദേഹം ഈ ശിവരാത്രിയുടെ ഐതിഹ്യമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ അദ്ദേഹം പറഞ്ഞോട്ടെ. എന്തിനാണ് സയൻസുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ സയൻസ് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ സ്യൂഡോ സയൻസ് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്യൂഡോ സയൻസ് പറയുന്ന ഒരാളേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം സദ്ഗുരുവിന് വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ സീരീസ് സ്യൂഡോ സയൻസ് പറയുന്നത് ഡീബങ്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കേണ്ടി വരും. അത്രത്തോളം സ്യൂഡോ സയൻസ് പറയുന്ന ഒരാളാണ് നമ്മുടെ സദ്ഗുരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ എന്താണത്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് വല്ലതും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്ര വിഷയങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ആദ്യം അദ്ദേഹം അതിനകത്ത് പറയുന്ന കാര്യം എന്താണ്, ഡിസംബർ 22-ാം തീയതി, അതായത് സോൾസ്റ്റൈസ് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഭൂമിയുടെ ഒരു ചലനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പേര് അദ്ദേഹം പ്രിസിഷൻ എന്നാണ് പറയുന്നത്. പ്രിസിഷൻ അല്ലാതെ പ്രിസഷൻ എന്നാണ് പറയുന്നത്. പ്രിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ വോബിൾ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമുക്കറിയാം, ഭൂമിക്ക് ഒരു സാങ്കല്പികമായ ഒരു അച്ചുതണ്ട് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. ആ സങ്കല്പിക്കുന്നതിൻ്റെ നേരെ ഒരു നക്ഷത്രമുണ്ട്, അത് പൊളാരിസ് അല്ലെങ്കിൽ നമ്മൾ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രമാണ്. എല്ലാ കാലത്തും ഇത് ധ്രുവ നക്ഷത്രം ആയിരുന്നില്ല. കാര്യം ഭൂമി കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ആ ആക്സിയൽ ടിൽറ്റ് വെച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വോബിളുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രിസഷൻ എന്ന് പറയുന്നത്. ഈ പ്രിസഷൻ ഒരു 23.5 ഡിഗ്രി ഉള്ള ഒരു കോണാണ് ഫോം ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ ഒരു 26,000 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്ര വലിയൊരു സൈക്കിളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ്, ഈ സോൾസ്റ്റൈസ് കഴിഞ്ഞ ഉടനെ ഈ പ്രിസിഷൻ കാരണം, ഭൂമിയുടെ ഈ പ്രിസിഷൻ കാരണം ഇതിനകത്ത് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് സകല ജീവജാലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് ഇസ് ട്രൂ. നമ്മൾ ഭൂമിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ, സാധാരണ ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പോട്ടേഴ്സ് വീല് പോലെ സോളാർ സിസ്റ്റവും അതുപോലെ ഭൂമിയും എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഈ അസ്ട്രോണമിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിനകത്തുള്ള പ്രശ്നം എന്താണ്, ഈ സോൾസ്റ്റൈസ് കഴിഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഈ പ്രത്യേക ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. സോൾസ്റ്റൈസ് കഴിയുമ്പോൾ തന്നെ വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ളവർക്ക്, അതിനകത്ത് ആദ്യം മോസ്റ്റ്ലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു, അതിനുശേഷം ഒൺലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമുള്ളവർക്ക് ഒരു സഡൻ അപ്ഡ്രാഫ്റ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു സർജ് ഓഫ് എനർജി, ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒരു എനർജി മുകളിലേക്ക് പോകുന്നത് പോലെ, ശരീരത്തിലൂടെ കടന്നു പോകുന്നത് പോലത്തെ ഒരു എനർജി ഉണ്ടാകുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു എനർജി ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനർജി ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അദ്ദേഹം പറയുന്ന എക്സാമ്പിൾ എന്താണ്, ഫുൾ മൂൺ ദിവസം പോയി നമ്മുടെ കടൽ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ തിരമാലകൾ പൊങ്ങുന്നത് എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ടൈഡിൻ്റെ കുറിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇതിനകത്ത് പിന്നെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് കൂടെ ഉണ്ട്. അതായത് 2/3 ഓഫ് അവർ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ടർ. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതിൽ 2/3 ഭാഗവും വെള്ളം കൊണ്ടാണ്. അതുകൊണ്ട് ചന്ദ്രന് ഭൂമിയിലുള്ള വെള്ളത്തിനെ അല്ലെങ്കിൽ കടലിനെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രൻ ഭൂമിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൻ്റെ ഫേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, മൂൺ ഇനിയിപ്പോൾ ഫുൾ മൂണാണോ അതോ ന്യൂ മൂണാണോ, അതായത് കറുത്ത അമാവാസിയാണോ അതോ പൂർണ്ണചന്ദ്രനാണോ, ഇതൊന്നും അതിനൊരു ബാധകമേ അല്ല. കാര്യം ചന്ദ്രൻ എന്ന് പറയുന്നത് അവിടെ എന്നും ഉള്ള ഒരു സാധനമാണ്. ഈ ഫുൾ മൂണിനും അതുപോലെ അമാവാസി ദിവസവും മാത്രമല്ല വേലിയേറ്റവും വേലയിറക്കമുള്ളത്. എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഹൈ ടൈഡ്, അതായത് വേലിയേറ്റവും 2 വേലി ഇറക്കവും ലോ ടൈഡ്സും ഉണ്ടാവും, എല്ലാ ദിവസവും ഉള്ളതാണ്. ആകെപ്പാടെ ഫുൾ മൂണിൻ്റെ സമയത്ത് എന്താണ്, നമ്മുടെ സണ്ണിൻ്റെ പ്രകാശം അവിടെ ഷൈൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ആ മൂണിൻ്റെ ഫേസ് മാറി കാണുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് അപ്പോൾ ടൈഡ് കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മൂണിൻ്റെ മാത്രം ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, മൂണും സണ്ണും കൂടെ ഉള്ള ഒരു അലൈൻമെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അപ്പുറവും ടൈഡൽ ബൾജ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് വേലിയേറ്റം അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ് എന്ന് നമ്മൾ പറയുന്നത്. ഒരേ അലൈൻമെൻറ്റിൽ വരുന്ന സമയത്ത്
ആ ബൾജ് വലുതാവുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 2 പ്രാവശ്യം ഹൈ ടൈഡും എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും, അതായത് 24 hours-നകത്ത് 2 ലോ ടൈഡും ഉണ്ട്. അപ്പോൾ അത് അല്ല, അത് ഫുൾ മൂണിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വലിവ് കൂടുതലാണെന്നോ പറയുന്നത് തെറ്റാണ്. കാര്യം ചന്ദ്രൻ്റെ വലിവ് എല്ലാ കാലത്തും ഒരുപോലെയാണ്, എല്ലാ ദിവസവും, എല്ലാ കാലത്തും എന്നല്ല എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. കാര്യം മൂൺ അവിടെ ഉണ്ട്, ഒരിക്കലും അത് അപ്രത്യക്ഷമാവുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഭൂമിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്. എപ്പോഴാണ് ഈ ഫേസിനനുസരിച്ച് എന്ത് വ്യത്യാസമാണ് വരുന്നത്? സൂര്യനും ഭൂമിയും ചന്ദ്രനും രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ, സൂര്യൻ ഒരു സൈഡിൽ, മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ മറ്റൊരു സൈഡിൽ വരുമ്പോഴത്തേക്കും അപ്പുറം ഇപ്പുറമുള്ള ബൾജ് വളരെ വലുതാവും, അല്ലെങ്കിൽ ഹൈ ടൈഡിൻ്റെ പ്രസൻസ് നമുക്ക് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ സൺ ഒരു 90 ഡിഗ്രിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നീറ്റ് ടൈഡ് എന്ന് പറയും. അപ്പോൾ കുറച്ച് അതിൻ്റെ ഈ ചന്ദ്രൻ എക്സ്ട്രീം ഈ സൂര്യൻ്റെ കുറച്ച് ക്യാൻസൽ ചെയ്ത് പോയിട്ട് കുറച്ചുകൂടെ ടൈഡിൻ്റെ ഒരു അളവ് കുറയും. അപ്പോൾ സൂര്യനാണ് ആക്ച്വലി റെസ്പോൺസിബിൾ, ചന്ദ്രനല്ല. അത് അദ്ദേഹത്തിന് ആ ടൈഡിനെ പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ പ്രിസിഷന് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല. പ്രിസിഷന് ഒരു റോളും ഇല്ലെന്നല്ല, പ്രിസിഷൻ സംഭവിക്കുന്ന വലിയ 26,000 വർഷം, അല്ല ഒരു ദിവസം ശിവരാത്രി എന്ന് പറഞ്ഞ് അന്ന് പ്രത്യേകിച്ച് യാതൊരു അലൈൻമെൻറ്റും ഉണ്ടാക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ അപ്ഡ്രാഫ്റ്റ് ഓഫ് എനർജിക്ക് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രത്യേകിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ പറഞ്ഞതിനകത്ത് ഈ ചന്ദ്രന് പ്രത്യേകിച്ച് എല്ലാ ദിവസവും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധനമില്ല. മാത്രമല്ല സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ടൈഡൽ ബൾജ് വേണം. അതിനകത്ത് അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഭ്രാന്തുള്ളവർക്കാണെങ്കിൽ ഭ്രാന്ത് കൂടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ സ്നേഹം കൂടും, മെഡിറ്റേഷനാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റീവ് പവർ കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധനവും കൂടുന്നതായിട്ട് യാതൊരു തെളിവില്ല. വാവടുപ്പിച്ചിട്ട് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകൾ കൂടും എന്നൊക്കെ പറയുന്നതിന് യാതൊരു തെളിവില്ല. ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞാൻ അതിനകത്ത് താഴെ ലിങ്ക് ചെയ്യാം. വാവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയുന്നത് തന്നെ തെറ്റാണ്. ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വീണ്ടും ഈ വാവടുപ്പിച്ചിട്ട് ഈ ലുണാറ്റിക്സ് എന്നൊക്കെ ഉള്ള പേര് പണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന സമയത്തിട്ടാണ്. ഇനിയും അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ട് ലുണാറ്റിക്സ്, ഓക്കെ എന്നാൽ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ യാതൊരു കോറിലേഷൻ ഇല്ല. അതൊക്കെ നല്ല സാമ്പിൾ സൈസിൽ 17,000 20,000 പേരിലൊക്കെ നടത്തിയ സ്റ്റഡീസിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം വാവും, അതായത് മൂണിൻ്റെ ഫേസും അതുപോലെ മാനസിക രോഗങ്ങളുമായിട്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു ബന്ധമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ ഈ അപ്ഡ്രാഫ്റ്റ് ഓഫ് എനർജി കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുത്തനെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്ത് മണ്ടത്തരമാണെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ നിവർന്ന് നിൽക്കുകയാണെന്ന് വയ്ക്കുക. ഈ നിവർന്ന് നിൽക്കുന്ന ആളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, വയറ്റിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് തല താഴോട്ടും കാല് മുകളിലോട്ടുമാണ്. അപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്ന ആ കുട്ടിക്ക് ഈ അപ്ഡ്രാഫ്റ്റ് ഒരു പ്രശ്നമാവില്ലേ? ഇല്ലെങ്കിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമായിട്ട് എന്ത് എനർജിയാണ് വരുന്നത്? അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തിരിച്ച് ചോദിക്കണം. ഈ പറയുന്ന സ്യൂഡോ സയൻസ് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്യൂഡോ സയൻസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. പെൻഡുലം കറക്കുക, ആഹാരത്തിന് ടോക്സിസിറ്റി ഉണ്ടെന്ന് പറയുക, ഇങ്ങനെ ഇത് ഡീബങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ശുദ്ധ അബദ്ധം പറയുന്ന കാര്യങ്ങൾ ഈ ഹാർവാർഡിലുള്ളവർ എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഇരിക്കുന്നവരെല്ലാം വായും തുറന്നിരുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ വാ പൊളിച്ചിരുന്ന് കേൾക്കാൻ വേണ്ടി മാത്രം, ഈ മണ്ടത്തരം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് ആളുകൾ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പുള്ളി ഇവിടെ വളരെ എലക്വൻ്റ് ആയിട്ടുള്ള സംഭാഷണമാണ്, നല്ല ഭംഗിയുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ എന്തിനാണ് ഈ പറയുന്ന സ്യൂഡോ സയൻസ് പറയുന്നത്? ഐതിഹ്യമോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് സ്വന്തം ക്ലയൻസിനെ എൻ്റർടൈൻ ചെയ്താൽ പോരെ? അപ്പോൾ ഈ മഹാശിവരാത്രിക്ക് എല്ലാവരെയും കൂടെ വലിയ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ട് ഇറ്റ് ഈസ് ബിഗ് മണി, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ സ്യൂഡോ സയൻസ് പറയുന്നത് ദയവായിട്ട് ഒഴിവാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കണം ഇത് വെറും സ്യൂഡോ സയൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ അറിവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും എൻ്റെ ചാനലിൽ ശാസ്ത്ര വിഷയങ്ങൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി ഉടനെ കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.